ഹായ് മക്കളെ, സൈലത്തിന്റെ ഈ ഒരു വീഡിയോ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ തമ്പിൽ കാണുന്നത് പോലെ തന്നെ കെമിസ്ട്രിയിൽ ഇത് ഒരു മലയാണ്. ഏതാണ് മല അല്ലെ? ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് പ്രധാനപ്പെട്ട മലകളെ കുറിച്ചാണ് അല്ലെ. അപ്പൊ മലകൾ എന്ന് പറഞ്ഞാൽ കെമിസ്ട്രിയിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രശ്നങ്ങളാണ്. അവയ്ക്കുള്ള പരിഹാരങ്ങളുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ പല കുട്ടികളും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, സാർ കെമിസ്ട്രി എങ്ങനെയാണ് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള പല സംശയങ്ങളും 10ാം ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ച് വലുതാണ്. അപ്പൊ എങ്ങനെയാണ് സ്മൂത്ത് ആക്കി നമുക്ക് പഠിക്കേണ്ടത്, കെമിസ്ട്രി നമുക്ക് എങ്ങനെ സ്മൂത്ത് ആക്കി പഠിക്കാം എന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇനി മുതൽ എന്തല്ല, കെമിസ്ട്രിയിൽ ഇതൊരു മലയല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മുടെ കാര്യത്തിലേക്ക് പോവാണ്. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് മക്കള് ഇവിടെ കുറച്ച് ചിത്രങ്ങളൊക്കെ കാണുന്നുണ്ടാവും. ഈ ചിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കെമിസ്ട്രി എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള ഒരു ഔട്ട്ലൈൻ ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് പറയുന്നത് മക്കളെ, എന്താണ് പറയുന്നത്? ആദ്യം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ്സുകൾ കാണുക. എല്ലാ കൺസെപ്റ്റുകളും കൃത്യമായിട്ട് ഏതിനകത്ത് നിന്ന് പഠിക്കുക, ക്ലാസിന്റെ അകത്ത് നിന്നുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഡ്യൂട്ടി. ഓക്കെ, രണ്ടാമതായിട്ട് ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് തരുന്ന നോട്ടുകൾ കേട്ടോ, നമ്മളെ ഹൃദയത്തിനോട് ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒരു എന്താണ് അക്ഷരങ്ങളാണ് ശരിക്കും നോട്ടിൽ ഉണ്ടാകുക അല്ലെ. അപ്പൊ കൃത്യമായിട്ട് ക്ലാസ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, അത് കൃത്യമായിട്ട് നോട്ട്ബുക്കിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ കെമിസ്ട്രിന്റെ കാര്യമാണ് പറയുന്നത്. കെമിസ്ട്രിക്ക് മാത്രമല്ല ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, ബാക്കിയുള്ള സബ്ജക്റ്റുകൾ കൂടി ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആധികാരിക ഗ്രന്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട്ബുക്ക് ആണ്. നോട്ട്ബുക്ക് എന്ത് ചെയ്യണം, ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ നല്ല വൃത്തിയാക്കിയിട്ട് എഴുതി വെക്കണം. ഓക്കെ, അതിനുശേഷം നോട്ട്ബുക്ക് പഠിച്ച് ഈസി ആക്കിയതിനു ശേഷം നമ്മൾ നേരെ ടെക്സ്റ്റ് ബുക്കിലേക്ക് കയറുക. ഇതാണ് ഇതിന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മറന്നു പോരുത്, ആദ്യം തന്നെ ക്ലാസ്സുകൾ നല്ല വൃത്തിക്ക് കാണുക. ഓക്കെ, അപ്പൊ സൈലത്തിന്റെ ക്ലാസ്സുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക, കൃത്യമായിട്ട് നോട്ട് എഴുതി വെച്ചോളണം. ഓക്കെ, അപ്പൊ നമുക്കറിയാം, നമ്മൾക്ക് പരീക്ഷയ്ക്ക് നമുക്ക് എന്താണ് ഇപ്പൊ പെട്ടെന്ന് നമുക്ക് നോട്ട്ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ടൈം എടുത്ത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, വളരെ കൃത്യമായിട്ട് നമുക്ക് ആ നോട്ട്ബുക്ക് നിവർത്തി വെക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഓർമ്മിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ മറന്നു പോരുത്, ഇതാണ് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ക്ലാസ്, രണ്ടാമതായിട്ട് നോട്ട്ബുക്ക്, മൂന്നാമതായിട്ട് ടെക്സ്റ്റ് ബുക്ക്. ഈ ഒരു ഓർഡറിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, മക്കൾ പഠിച്ചു തുടങ്ങേണ്ടത്. ഓക്കെ, ഇപ്പൊ ഒന്നാമത്തെ ചാപ്റ്റർ ക്ലാസ് നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ നോട്ട്, ഒന്നാമത്തെ ചാപ്റ്റർ നോട്ട് ഇവിടെ ഉണ്ടാവണം. അതിനുശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട ഡെഫിനിഷൻസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പഠിക്കണം. അതേപോലെ തന്നെ ഏതെങ്കിലും റിയാക്ഷൻസുകൾ ഉണ്ടെങ്കിൽ അത് പഠിക്കണം. അതേപോലെ തന്നെ ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കി പഠിക്കുന്നത് നോട്ട്ബുക്കിലായിരിക്കണം, ടെക്സ്റ്റ് ബുക്കിൽ ആയിരിക്കണം. അപ്പൊ ഈ ഒരു ഫോർമാറ്റിലായിരിക്കണം നമ്മൾ ആദ്യഘട്ടം നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ കെമിസ്ട്രി എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു പ്രോപ്പർ ഓർഡർ നമുക്ക് മനസ്സിലായി. മാത്രമല്ല ഇതെങ്ങനെയാണ് നമ്മൾ ഈ സൈക്കിള് കംപ്ലീറ്റ് ചെയ്യേണ്ടതും നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, യെസ്. ഓക്കെ മക്കളെ, അപ്പോ കുട്ടികൾ ചോദിച്ച പ്രോപ്പർ ആയിട്ടുള്ള ഒരു ചോദ്യത്തിനാണ് ഞാനിപ്പോ ഉത്തരം നൽകിയത്. പല കുട്ടികൾ ചോദിക്കാറുണ്ടായിരുന്നു, സാർ നോട്ട്ബുക്ക് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്, ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതേപോലെ തന്നെ ക്ലാസ്സുകളും നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കും എങ്ങനെയാണ് ഒറ്റ സ്ട്രെച്ച് തന്നെ വായിക്കണം എന്നുള്ളതിന്റെ ഉത്തരമാണ് നമ്മളിപ്പോ പറഞ്ഞത്. അപ്പൊ മറന്നു പോരുന്നത്, ക്ലാസ്സുകൾ നല്ല എഫക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യുക മക്കള്, ക്ലാസ്സുകൾ എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾ കാണുക. അതിനുശേഷം ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം നമ്മൾ നോട്ട്ബുക്കിലേക്ക് കയറുക, നോട്ട്ബുക്കിൽ നിന്ന് നേരെ ടെക്സ്റ്റ് ബുക്കിലേക്ക് കയറുക. ഈ ഒരു ഓർഡർ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് മക്കള്, മറന്നു പോകരുത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നിങ്ങൾ എന്താണ് കെമിസ്ട്രിയിൽ നേരിടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് എന്തെന്നറിയോ മക്കളെ, കെമിക്കൽ റിയാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം അല്ലെ. അപ്പൊ കെമിക്കൽ റിയാക്ഷൻസ് എങ്ങനെ പഠിക്കണം എന്ന് പല കുട്ടികൾക്കും അറിയില്ല അല്ലെ. അപ്പൊ കെമിക്കൽ റിയാക്ഷൻസ് അതല്ലെങ്കിൽ രാസ സമവാക്യം, കെമിക്കൽ റിയാക്ഷൻസ് അല്ലെ, അല്ലെങ്കിൽ രാസ സമവാക്യം എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് പല കുട്ടിക്ക് അറിയില്ല. കെമിസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നട്ടലായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ബാക്ക് ബോൺ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു ഏരിയയാണ് കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു 4 ടിപ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ, എങ്ങനെയാണ് കെമിക്കൽ റിയാക്ഷൻസ്. ഓക്കെ, അപ്പോ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. റെഡി?
നോക്കൂ മക്കളെ, ആദ്യം തന്നെ നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ദ പ്രോസസ് പ്രോപ്പർലി, അല്ലെ? എന്താണ് പ്രോസസ് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യ ഘട്ടം. ഓക്കെ, ഇപ്പോ നമുക്കറിയാം, അപ്പൊ ഹൈഡ്രജൻ, അല്ലെ? ഇപ്പൊ ഹൈഡ്രജനും അതേപോലെ തന്നെ ഓക്സിജനും കൂടി ചേർന്നിട്ട് എന്താണ് വാട്ടർ ഉണ്ടായി എന്നുള്ള കാര്യം നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കി വെക്കണം, അല്ലെ? കൃത്യമായിട്ട് എന്താണ് റിയാക്ഷൻസ് അല്ലെങ്കിൽ രാസസമവാക്യത്തിൽ പറയുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അതാണ് അണ്ടർസ്റ്റാൻഡ് ദ പ്രോസസ് പ്രോപ്പർലി എന്ന് പറയുന്നത്. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്താണ് അവിടെ പറയുന്നത് എന്ന് മനസ്സിലാക്കിയെടുക്കുക. അതാണ് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്. റെഡിയാണല്ലോ മക്കളെ? റെഡിയാണല്ലോ? ഏത് റിയാക്ഷൻസ് ആയാലും അതിൽ എന്താണ് പറയുന്നത് എന്ന് കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഘട്ടം നമ്മൾ ഈസി ആയിട്ട് പെരുമാറി. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് വരുന്നതാണ് ഏതെന്നറിയോ? യൂസ് ഷോർട്ട് ഫോം, അല്ലെ? ചെറിയ ചെറിയ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുക. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മള് ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ് പഠിച്ചത് മക്കളെ? എന്താണ് പഠിച്ചത്? അതായത് ഈ ഒരു ടൈപ്പിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോ ഹോളിവുഡ് ഹീറോ ലോഞ്ച്ഡ് BBC നെറ്റ്വർക്ക് ഓഫ് ഫൺ ന്യൂസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? ഹൈഡ്രജനെ ഹോളിവുഡ് എന്നും ഹീറോനെ ഹീലിയം എന്നും ലോഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ ലിഥിയം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനെ ഷോർട്ട് ആക്കി പെട്ടെന്ന് ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഷോർട്ടുകളാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ രാസസമവാക്യം നമുക്ക് ഈസി ആയിട്ട് ഓർത്തെടുക്കാൻ പറ്റും. ഓക്കെ, ഒരു കാര്യം മക്കൾ മനസ്സിലാക്കണം, ഞാൻ വീണ്ടും പറയാണ്, കെമിസ്ട്രിയിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഏരിയയാണ് കെമിക്കൽ റിയാക്ഷൻസ്. ഓക്കെ, കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ രാസസമവാക്യം ഇല്ലാതെ ഒരു കെമിസ്ട്രി പഠനം നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ പറയുന്ന രണ്ടാമത്തെ ടിപ്പ് ഏതാണ്? യൂസ് ഷോർട്ട് ഫോം. ഓക്കെ, ചെറിയ ചെറിയ ടെക്നിക്കുകൾ ഉപയോഗിച്ച് അതിനെ ഷോർട്ട് ആക്കി മാറ്റുക. അതിനൊരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. ഓൾറെഡി നമ്മൾ ലൈവ് ക്ലാസ്സുകളിലും അതുപോലെ തന്നെ മറ്റുള്ള ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്ത സാധനമാണ്. ഷോർട്ട് ആക്കിയിട്ട് കാര്യങ്ങൾ പഠിക്കുക. സിമ്പിൾ ആയിട്ട് പാട്ട് രൂപത്തിൽ, അല്ലെ? എന്തെങ്കിലും നമുക്ക് ഓർത്തു വെക്കാൻ പറ്റുന്ന കഥകളിലേക്കൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ കെമിസ്ട്രിയെ ബന്ധപ്പെടുത്തുക. ഓക്കെ, ഇനി മൂന്നാമത്തെ ടെക്നിക്ക് ഏതാണ് നമുക്ക് നോക്കാം. ഏതാണ് മക്കളെ? യെസ്, മെമ്മറൈസിങ് കെമിക്കൽ റിയാക്ഷൻ യൂസിങ് റിപ്പീറ്റേഷൻ. ഞാൻ പറയേണ്ട കാര്യമില്ല, അല്ലെ? ഓർത്തെടുക്കുക, അല്ലെ? എങ്ങനെ ഓർത്തെടുക്കുക? ദ കെമിക്കൽ റിയാക്ഷൻസ്, രാസസമവാക്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? ഓർത്തെടുക്കുക, അല്ലെ? കെമിക്കൽ റിയാക്ഷൻ യൂസിങ് റിപ്പീറ്റേഷൻ. പറഞ്ഞ് വീണ്ടും നമ്മൾ ഇങ്ങനെ റിവൈസ് ചെയ്ത് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്നെ പഠിച്ചെടുക്കുക. റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എഴുതി പഠിക്കുക എന്നുള്ളതാണ്. ഏതൊരു റിയാക്ഷൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ഓർമ്മ കിട്ടുള്ളൂ. മനസ്സിലായോ? ഒരു കാര്യം മക്കൾ മനസ്സിലാക്കുക, ഒരു 3 പ്രാവശ്യം വായിക്കുന്നതിന് സമമാണ് ഒരു പ്രാവശ്യം എഴുതി പഠിക്കുന്നത്. എഴുതി പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പോലും നമുക്ക് എന്ത് ചെയ്യൂല, നമ്മുടെ മനസ്സിൽ നിന്ന് അത് മറന്നുപോല. സോ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് എഴുതിക്കൊണ്ടേയിരിക്കുക കേട്ടോ. ചിലപ്പോ ഒരു കെമിസ്ട്രി ടെക്സ്റ്റിൽ ആകെ ഇപ്പോ ഒരു 10-12 കെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ രാസസമവാക്യം മാത്രമേ പഠിക്കാനുള്ളൂ. ആ 10 എണ്ണം നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും എഴുതിക്കൊണ്ടേയിരിക്കുക. ഓക്കെ, എപ്പോ ചോദിച്ചു കഴിഞ്ഞാൽ ആ ചടപട എന്ന് പറഞ്ഞ് ഇടാൻ പറ്റുന്ന തരത്തിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ എഴുതി പഠിച്ചുകൊണ്ടിരിക്കുക. അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് മെമ്മറൈസിങ് കെമിക്കൽ റിയാക്ഷൻ യൂസിങ് റിപ്പീറ്റേഷൻസ്. ഓക്കെ, ആവർത്തനത്തിലൂടെ എന്ത് ചെയ്യുക, ഓർത്തെടുക്കുക എന്നാണ് പറയുന്നത്. റെഡിയാണല്ലോ? യെസ്. ആൻഡ് ദ ലാസ്റ്റ് ടെക്നിക്, ഓക്കെ, റിവൈസ് റിയാക്ഷൻ ഡ്യൂറിങ് എക്സാം. പല കുട്ടികളും നമ്മൾ കണ്ടിട്ടുണ്ട് SSLC പരീക്ഷയോട് അടുപ്പിച്ചൊക്കെ എന്ത് ചെയ്യും, പിന്നെ ചില സമയത്ത് അവർക്ക് നോക്കാനൊന്നും സമയം ഉണ്ടാവില്ല. അങ്ങനെ ആയി പോരുത്. റിവൈസിങ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക ഏരിയ ഉണ്ട്, അല്ലെ? റിവൈസിങ് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, മനഃപ്പാഠമാക്കുക എന്ന് പറയും, അല്ലെ? ഡ്യൂറിങ് എക്സാമിന്റെ ഇടയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ റിയാക്ഷൻസുകൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, റിവൈസ് ഒന്നുകൊണ്ടിരിക്കണം. ഇപ്പോ 5 പ്രാവശ്യം റിവൈസ് ചെയ്ത ഒരാളെക്കാട്ടിലും സ്ട്രോങ്സ്റ്റ് ആയിരിക്കും 50 പ്രാവശ്യം റിവൈസ് ചെയ്ത ഒരാൾ. മനസ്സിലായോ? അതാണ് എന്ത് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഇപ്പൊ കെമിക്കൽ റിയാക്ഷൻ ആകെ 10-12 എണ്ണം മാത്രമേ ഉണ്ടാവും ഇപ്പൊ 10ാം ക്ലാസ്സിലൊക്കെ, അല്ലെ? അത് കൃത്യമായിട്ട് ഇങ്ങനെ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഏത് ഉറക്കത്തിലും, നമ്മൾ സാധാരണ പറയാണ്ട് ഏത് ഉറക്കത്തിലും വിളിച്ചു പറയാൻ പറ്റുന്ന തരത്തിലേക്ക് അതിനെ ഉയർത്തുക. മനസ്സിലായല്ലോ മക്കളെ? അതാണ് ബ്രൂസ്ലി ദ ഗ്രേറ്റ്, അല്ലെ? ബ്രൂസ്ലി നമ്മളെ പിന്നെ എന്താണ് മാർഷൽ ആർട്സിന്റെ ഉപജ്ഞാതാവ് എന്ന് നമ്മൾ പറയുന്ന ബ്രൂസ്ലി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് ഇവിടെ പ്രസക്തമാണ്. അതായത് എനിക്ക് 100 ടെക്നിക്ക് പഠിച്ച ഒരാളെ എനിക്ക് ഭയമില്ല, പക്ഷെ ഒരു ടെക്നിക്ക് 100 പ്രാവശ്യം ആവർത്തിച്ച ഒരാളെ എനിക്ക് ഭയമാണ് എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. നിങ്ങൾക്കുള്ള ടെക്നിക്ക് എന്തൊക്കെയാണോ
അത് എന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും 100 1000 10,000 ലക്ഷം പ്രാവശ്യം നിങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നാൽ എന്താണ്, പിന്നെ നിങ്ങളോട് ജന്മത്ത് മറന്നുപോല അത്രയ്ക്കും സ്പാർക്ക് ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളെ ആൻസർ ഷീറ്റിൽ കാണാൻ പോകുന്നത്. ഓക്കെ മക്കളെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ 2 മലകൾ എന്തൊക്കെയാണ്, നമ്മൾ ആ മലകളൊക്കെ കണ്ടു അല്ലെ. എങ്ങനെയാണ് കെമിസ്ട്രി ബുക്കുകൾ ഓർഡർ ചെയ്യേണ്ടത്, സിസ്റ്റമാറ്റിക് ആയി നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, കെമിസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നട്ടലായിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ അഥവാ രാസ സമവാക്യം എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, അതിന് പ്രധാനമായിട്ടുള്ള 4 ടിപ്സുകളാണ് പറഞ്ഞത്. അപ്പൊ മറക്കരുത്, മക്കളോട് പറയാനുള്ളത് നമ്മളെ ലൈവ് ക്ലാസ്സുകൾ അല്ലെ, എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സുകൾ SSLC ലൈവ് ക്ലാസ്സുകൾ 7:30 ഉണ്ടാകാറുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് കാണുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, ഓക്കെ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ മറ്റൊരു കാര്യം ഓർമ്മിക്കാനുള്ളത്, ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് സബ്സ്ക്രൈബും ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും നല്ല ഒരു വിജയം ആശംസിക്കുന്നു. ഗുഡ് ബൈ.